പള്ളിയിലെ കറണ്ടിൽ നിന്ന് സ്വന്തം മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആ ചാർജ് ചെയ്ത കറണ്ടിനും പള്ളി കമ്മിറ്റി ആയിരിക്കുമല്ലോ അതിന്റെ ഫീസ് കൊടുക്കുക. അതുകൊണ്ട് അത് ചെയ്യാൻ പാടുള്ളതല്ല. പള്ളിക്ക് വേണ്ടി ഉള്ളതാണ് ആ കറണ്ട് അടക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ അടച്ചു കൊടുക്കല്ല. പള്ളിന്റെ മൗഖൂഫിൽ നിന്നോ ഒഫിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിന്റെ വരുമാനത്തിൽ നിന്നോ ഒക്കെയാണ് അതിന് കറണ്ടിന്റെ ചാർജ് കൊടുക്കുന്നത്. എങ്കിൽ എടുക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഫുള്ളായി അതിന് ഒരാളാണ് കൊടുക്കുന്നത്. അങ്ങനെ ചിലയിടത്തുണ്ട് കറണ്ട് പൈസ മുഴുവൻ ഞാൻ കൊടുത്തോളാം പറഞ്ഞത് ഏറ്റു. അയാൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ തകരാറിട്ടില്ലേനും എന്നാ പ്രശ്നമല്ല. ഏതുപോലെ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയാൽ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിന് തടസ്സമല്ല. കാരണം ഉയർന്ന ക്ലാസ്സുകാർക്ക് അതിനുള്ള അനുമതി കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അതിനാ സൗകര്യം വെച്ചതും എടുക്കുന്നതും. എന്ന പോലെ ഒരാളുടെ വകയായിട്ടാണ് ഇതിന് ചാർജ് കൊടുക്കുന്നത്. അയാൾ അങ്ങനെ ഏതും കൊടുത്തു. എന്നാൽ അത് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. ഏതുപോലെ പള്ളിയിലെ മുതഅല്ലിമീങ്ങൾ പള്ളിയുടെ കറണ്ട് ഉപയോഗിച്ച് തേക്കുക, അതും ഇതുപോലത്തെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ പള്ളി കമ്മിറ്റിയാണ് അതിന് ചാർജ് കൊടുക്കുന്നത്. അവരെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ ചാർജ് കൊടുക്കുന്നത്. ഓല ഭാഗത്തുനിന്ന് അതിന് വിലക്കൊന്നുമില്ല. എങ്കിൽ കുട്ടികൾക്ക് തേക്കാനും പിടിക്കാനും ഒന്നും പ്രശ്നമില്ല. അല്ല, ഇത് പള്ളിയുടെ ഖാസായ ഉപയോഗത്തിന് മാത്രമേ പറ്റുള്ളൂ, പള്ളിയിലെ മുതഅല്ലിമീങ്ങളും മറ്റൊന്നും പറ്റൂല എന്ന നിലക്കാണ് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പൊ ഇതിനത്രേ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പറ്റില്ല. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുമ്പോൾ പള്ളിയിലെ മൈക്ക്, ഫാന്, വെള്ളം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പള്ളിയിൽ ജുമാക്ക് ജമാഅത്തിന് ആളുകളുടെ സൗകര്യത്തിന് ഇന്നത്തെ ഒരു നിത്യോപയോഗ വസ്തുവായി ഫോൺ മാറിയിട്ടുണ്ട്. ആ നിലക്ക് വളരെ ചുരുങ്ങിയ ചാർജ് ഈ ഫോണിന്റെ ചാർജിങ്ങിൽ വരുള്ളൂ. അപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അനുമതി ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഫോൺ ചാർജ് പറ്റുമോ? അങ്ങനെ കുറെ ആളുകൾ കുറേശ്ശെ ഉപയോഗിച്ചാൽ പിന്നെ വല്ലാതെ ആവും. അതുകൊണ്ടാണ് കുറച്ചാണെന്ന് വെച്ച് പറ്റില്ല. ഇമാം മഖ്ഫൂസിയെ തൊട്ട് മർവിയായ ഒരു അസർ കാണാം. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേനയിൽ നിന്ന് മഷി കൂടുതൽ ഇറങ്ങി കടലാസിലേക്ക്. അപ്പൊ അത് ഒപ്പിയെടുക്കാൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്ന വാടക കെട്ടിടമായിരുന്നു. വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അതിന്റെ ഒരു ചെറിയ മണ്ണിന്റെ പീസ് കട്ട എടുത്തിട്ട്, മണ്ണുകൊണ്ടുള്ള ചുമരാണല്ലോ, ഒരു കട്ടായി പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഒപ്പിയെടുത്തു. അപ്പോൾ ഒപ്പിയെടുത്തപ്പോൾ അദ്ദേഹം ഒരശരീരി കേട്ടു. അശരീരി കേട്ടു. എന്താണ് അതിൽ പറയുന്നത്? വസയഅലമുൽ മുസ്തഖിഫു ബിത്തുറാബ് മാ യുൽഖാ ഫീഹി മിൻ തൂലിൽ ഹിസാബ്. ഇതൊരു സുദൃഢമായൊരു തെളിവൊന്നും അല്ലെങ്കിലും നമുക്കൊരു ഈനാസിന് വേണ്ടി അതെടുക്കാം. എന്താ പറഞ്ഞതിനർത്ഥം? മണ്ണിന്റെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത വ്യക്തി നാളെ നീണ്ട ഹിസാബ് വരുന്നുണ്ട്, അത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മനസ്സിലായിക്കോ. അപ്പൊ അത്രയും ഒരു ഗൗരവത്തിൽ അതെടുക്കാൻ കാരണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത വിഷയമാണ് ഒരു മണ്ണിന്റെ കട്ടല്. അപ്പൊ എന്ന പോലെ പള്ളിയുടെ കരണ്ട് ചെറിയ കരണ്ടല്ലേ എന്ന് നമ്മൾ വെച്ചാലും അത് പല ചെറുതുകൾ കൂടുമ്പോൾ അതൊരു വലിയ എന്തായി മാറും. അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളിൽ, പള്ളിന്റെ വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നവരാണ്. മഹാനായ തേന മുസ്ലിം ഉപ്പാപ്പ അദ്ദേഹം
നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രദേശമാണ് വടക്കമണ്ണ. അതിന്റെ അടുത്ത സ്ഥലമാണ് ചെമ്മങ്കടവ്. അവിടുത്തെ ദർസിൽ മഹാനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുട്ടി മുസ്ലിയാറിന്റെ പേരിൽ അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫൽഫലി, മൂപ്പരുടെ ദർസിൽ ഓതിയിരുന്നു. അപ്പൊ ഓതുമ്പോൾ പുഴന്റെ വക്കാണ് ഈ പള്ളിയുള്ളത്. അദ്ദേഹം വന്ന് കിതാബ് നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മഷിക്കുപ്പിയും കലമും ഉണ്ട്. ഈ മഷിക്കുപ്പിയിൽ 2 ഇറ്റ് 3 ഇറ്റ് വെള്ളേ വിറ്റിക്കേണ്ടി വരുള്ളൂ, ഒന്ന് എഴുതാൻ വേണ്ടി, ഒരു നനവ് കിട്ടാൻ. ഹൗദിൽ നിന്നെടുക്കാതെ അത് പുഴയിലേക്ക് വടികുത്തി ഇറങ്ങിപ്പോയി പുഴയിൽ നിന്നുള്ള വെള്ളം മുക്കിയിട്ടാണ് അങ്ങനെ ഇറ്റിച്ചിട്ടാ വരിക. അപ്പൊ 2-3 തുള്ളി അല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ, തുള്ളി അങ്ങനെയാണെങ്കിലും പല വട്ടാവുമ്പോൾ തുള്ളി വലിയതാവൂലേ, അതുകൊണ്ട് പുഴയിലെ വെള്ളം എല്ലാവർക്കും മുബാഹാണ്. ഇത് എന്തിനു വേണ്ടി ഉദായ ചെയ്യപ്പെട്ട, തഹാറത്തിന് വേണ്ടി ഉദായ ചെയ്യപ്പെട്ടതാ. അപ്പോൾ മറ്റൊന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല എന്നതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞു എന്ന് ചരിത്രം മശൂറ. അപ്പൊ സൂക്ഷ്മതയുള്ളവരൊക്കെ അത് പരിഗണിക്കും, പരിഗണിക്കേണ്ടതുമാണ്.